ഹോണ്ട അമേസ് ഡീസൽ 1,30,000 കിലോമീറ്റർ സർവീസ് പാർട്ട് 1. ഇതിൽ കംപ്ലീറ്റ് പ്രൈസ് ലിസ്റ്റ്, ഓയിൽ ലീക്ക് കറക്റ്റിംഗ്, ടൈമിംഗ് ചെയിൻ റീപ്ലേസ്, EGR ക്ലീനിംഗ്, ത്രോട്ടിൽ ബോഡി ക്ലീനിംഗ് എന്നിവയാണ് ചെയ്യുന്നത്. കസ്റ്റമറുടെ കംപ്ലൈന്റ് എഞ്ചിന്റെ എല്ലാ വശത്തുനിന്നും ഓയിൽ ലീക്ക് കാണുന്നു, ടൈമിംഗ് ചെയിനും റീപ്ലേസ് ചെയ്യണം. കൂടാതെ കസ്റ്റമർ ഇത് ദീർഘനാൾ ഉപയോഗിക്കാതെ ഇട്ടിരുന്ന വണ്ടിയാണ്, അതുകൊണ്ട് എന്തൊക്കെ വർക്കുണ്ടോ അതെല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ട്. അമേസ് ഡീസൽ IDTECയിൽ കോമണായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഓയിൽ ലീക്ക്. ഓയിൽ ലീക്ക് എല്ലാ വശത്തുനിന്നും വരുന്നതുകൊണ്ട് എഞ്ചിൻ ഇറക്കി മുഴുവൻ റിംഗ് കിറ്റ് മാറുന്നുണ്ട്. കൂടാതെ എഞ്ചിൻ മുഴുവനായും ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, അതുകൊണ്ടാണ് എഞ്ചിൻ ഇറക്കേണ്ടതായി വരുന്നത്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം ഹോണ്ടയുടെ ഒറിജിനൽ സ്പെയറാണ്. കാരണം ടൈമിംഗ് ചെയിൻ പോലുള്ള സ്പെയറുകൾ മാറുമ്പോൾ ഹോണ്ടയുടെ ഒറിജിനൽ സ്പെയർ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. സ്പ്രോക്കറ്റ്, ടൈമിംഗ് ചെയിൻ, ടൈമിംഗ് ഗൈഡ്, ടെൻഷനർ എന്നിവയ്ക്ക് 21,000 രൂപയും റിംഗ് കിറ്റിന് 1,800 രൂപയുമാണ്. ഫുൾ ലേബർ ചാർജ് എത്ര വന്നു എന്ന് നോക്കാം. ക്ലച്ച് അസംബ്ലി റീപ്ലേസിംഗ്, ഫുൾ ഓയിൽ ലീക്ക് കറക്റ്റിംഗ്, ടൈമിംഗ് ചെയിൻ റീപ്ലേസിംഗ്, എഞ്ചിൻ റിമൂവൽ ആൻഡ് റീഫിറ്റിംഗ്, പീരിയോഡിക് സർവീസ്, ഡീകാർബണൈസേഷൻ, EGR ക്ലീനിംഗ്, ത്രോട്ടിൽ ബോഡി ക്ലീനിംഗ്, ഫുൾ എഞ്ചിൻ ക്ലീനിംഗ് എല്ലാം കൂടി 18,000 രൂപയാണ് ലേബർ ചാർജ് വന്നത്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 1,00,000 കിലോമീറ്റർ കഴിഞ്ഞ അമേസ് ഡീസൽ വാഹനത്തിൽ എഞ്ചിൻ അഴിച്ചു തന്നെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എഞ്ചിൻ അഴിക്കുന്നതിലൂടെ എല്ലാ വർക്കും ഒറ്റ സ്റ്റെപ്പായി തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും. അതിലൂടെ കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ ക്യാഷ് സേവ് ചെയ്യാൻ പറ്റും. മുഴുവൻ സ്പെയർ, ലേബർ എന്നിവയുടെ വില വിവരങ്ങൾ ചുവടെ കൊടുക്കുന്നു. ഇത് ഫ്യൂച്ചർ റഫറൻസിനായി സേവ് ചെയ്തു വയ്ക്കാവുന്നതാണ്. 1,00,000 കഴിഞ്ഞ ഡീസൽ വാഹന ഉടമകളുണ്ടെങ്കിൽ അവരുടെ സംശയങ്ങൾ കമന്റിൽ ചോദിക്കാവുന്നതാണ്. ഫൈനൽ പാർട്ട് ഉടൻ വരുന്നു.